തുടക്കകാലങ്ങളിൽ കാർഷിക വിപ്ലവത്തിന് പ്രകൃതിയിലെ ഇതര സാന്നിധ്യങ്ങളായ പാറക്കെട്ടുകൾ, അരുവികൾ, ആത്മാക്കൾ, ദുഷ്ടാരൂപികൾ തുടങ്ങിയവയുടെ മേൽ സാരമായ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രമേണ പുത്തൻ ദൈവങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവയെല്ലാം നിഷ്പ്രഭങ്ങളായി. ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായി ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാദേശിക അരൂപികൾ മതിയായിരുന്നു. എന്നാൽ രാജ്യങ്ങളും വാണിജ്യ ശൃംഖലകളും വളർന്നപ്പോൾ പ്രാദേശികക്കപ്പുറം രാജ്യമാകെ സ്വാധീനവും കരുത്തുമുള്ള ദൈവങ്ങളെ അവർക്ക് ആവശ്യമായി വന്നു. ഈ ആവശ്യങ്ങളോടുള്ള പ്രതികരണമെന്ന നിലക്കാണ് ദൈവമതങ്ങളും ബഹുദൈവ ആരാധനകളും വികസിച്ചത്. കരുത്തരായ പ്രത്യുൽപാദന ദൈവവും മഴദൈവവും യുദ്ധങ്ങളുടെ ദൈവവും ചേർന്നാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഈ മതങ്ങൾ കണക്കുകൂട്ടി. അവരെ പ്രീതിപ്പെടുത്താനായാൽ മഴയും യുദ്ധവിജയങ്ങളും ആരോഗ്യവും കൈപ്പിടിയിലാകുമെന്ന് അവർ കരുതി. ബഹുദൈവാരാധനയുടെ വരവോടെ പ്രകൃതി ആരാധന പൂർണ്ണമായും തിരോഭവിച്ചില്ല. ദുഷ്ടാരൂപികളും പ്രേതങ്ങളും മാലാഖമാരും വിശുദ്ധ പർവ്വതങ്ങളും